ഒരു വലിയൊരു സംഭവം മാഡം, ഇതിനകത്തൊരു സത്യമുണ്ട് കേട്ടോ മാഡം. ഈ ഒരു 10 വർഷം വളരെ നന്നായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യരാണ്. യാതൊരു ദുശീലങ്ങളോ ഒരു കുഴപ്പങ്ങളോ ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നു. ദേഹോപദ്രം ചെയ്ത മനുഷ്യനല്ല, കഠിനാധ്വാനിയാണ്. ലീഗലായിട്ട് വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമായിട്ട് നോക്കിയിരുന്ന മനുഷ്യനാണ്. പക്ഷെ ഒരു കാരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവര് അത് ഒട്ടും ക്ഷമിക്കാൻ തയ്യാറാവാതെ നിരന്തരമായി ഇദ്ദേഹത്തെ ശല്യം ചെയ്തിരുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അത് അവരുടെ ഭാഗത്ത് എത്ര ന്യായമുണ്ടെങ്കിലും അല്ല, അത് മാഡം പറയുന്നത് ശരിയല്ല. അവരൊരു ഭാര്യയാണ്. അല്ല, ഉണ്ട് മാഡം. പക്ഷേ പിന്നെയും ഇവര് മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതിന്റെ മനസ്സിലുള്ള വേദന അത് കഴിഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സ്റ്റോപ്പ് ചെയ്തെന്ന് പറയുന്നില്ല. ഇങ്ങനെ ഒരു കോൾ എന്റെ വന്നു, തമിഴ്നാട് സിമ്മാന്ന് തോന്നുന്നു, 00 അങ്ങനെ എന്താ. നിങ്ങൾ ചോദിച്ചില്ല എവിടെന്നാ വിളിക്കുന്നത് ചോദിച്ചു. അപ്പൊ അത് കൊടുത്തത് വേറെ ആളിനാണ് സംസാരിച്ചത്. അപ്പൊ അവരെടുത്തിട്ട് തമിഴാണ് സംസാരിച്ചത്. പിന്നെ ഞാൻ ഇതില് വിളിച്ച ഫോൺ എടുക്കത്തില്ലായിരുന്നു. ആ ബന്ധം എന്തിനു പുതുക്കാൻ പോകുന്നു? ഇല്ല, പിന്നെ പോയിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം അവരിങ്ങോട്ട് വിളിച്ചു. 3 പ്രാവശ്യം അദ്ദേഹം ട്രൈ ചെയ്തു. പക്ഷെ അവര് തമിഴിൽ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അവര് ആരാന്ന് ചോദിക്കുന്നത് എനിക്കൊട്ട് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ മലയാളത്തിൽ നിന്ന് ചോദിച്ചത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് പിടികിട്ടിയാണ്. വീണ്ടും ശ്രമിച്ചേനെ. പുള്ളിക്കാരൻ ഞങ്ങളുടെ ഫോണിലല്ല, ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു വീട്ടിൽ പുള്ളിക്കാരൻ വിളിക്കും ചെറുമോനെ അന്വേഷിക്കാനായിട്ട്. അങ്ങനെ ഞാനത് വിളിച്ച് വിലക്കി. അങ്ങനെ വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ 2-3 ഫോണുണ്ട്. എൻ്റെ ഫോൺ, അവൾക്ക് ഫോൺ 2. ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഓരോ ഫോണിൽ വിളിക്കും. നിങ്ങൾ എന്തിനാ അയലോക്കത്ത് വിളിച്ച് ഫോൺ വിളിച്ചിട്ട് അവരെ മാത്രം വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യം തോന്നുന്നു. അങ്ങനെ ഞാൻ അത് വിലക്കി. നേഴ്സറി പിന്നെ വിളിച്ചിട്ടുമില്ല. ഇതിപ്പോ അതൊക്കെ ഈ 1 വർഷത്തിനകമാണ് അല്ലേ? അതിന് മുമ്പൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ സത്യം പറയാമെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടുകാർക്ക് അസുഖമായിട്ടുള്ള ജീവിതമായിരുന്നു. കാരണം നല്ലൊരു ജീവിതമായിരുന്നു. മനമായിട്ടുള്ള ജോലി, അന്വേഷണം, കാര്യങ്ങളല്ലായിരുന്നു. മദ്യപാനമൊന്നുമില്ല. നല്ല സന്തോഷമായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. പത്തനാപുരത്ത് അവിടെ താമസിച്ച സമയത്താണ് വലിയ വലിയ വർക്കുകളൊക്കെ എടുത്ത് ഒരുപാട് പണിക്കാരെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു പെൺകുട്ടിയായിട്ടുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ അത് ഞാനാണ് ആദ്യം, എനിക്ക് സംശയാസ്പദമായിട്ട് ഞാൻ എൻ്റെ പങ്കെടുത്ത് പറഞ്ഞു, നീ ശ്രദ്ധിക്കുക. കാരണം ഞങ്ങൾ ആ കുട്ടി എടുത്തു നടന്ന കുട്ടിയാണ്, കൊച്ചുകുട്ടിയാണ്. അങ്ങനെ തോന്നാൻ കാര്യം എന്താ? അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് അല്ല, എനിക്ക് ഈ പുള്ളിക്കാരൻ്റെ ഫോൺ, പിന്നെ ഫോൺ നിസ്സാരമായിട്ട് കണ്ടിരുന്ന ഫോണ്, പിന്നെ പുള്ളിക്കാരൻ എപ്പോഴും ബിസി, വിളിക്കുമ്പോഴൊക്കെ ബിസി, പിന്നെ രാത്രി ഹെഡ്സെറ്റ് വെച്ച് മണിക്കൂറുള്ള സംസാരം, അപ്പോൾ സൈലൻറ്റ്. പിന്നെ എനിക്ക് ശ്രദ്ധിച്ചപ്പോഴും എനിക്ക് തോന്നി, എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഈ ബാമ്പു കട്ടിൻ്റെ വർക്കാണ്. ഞാൻ അവിടെ ഒരു വർക്ക് സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിന് വരുന്നവരും ഇതേപോലെ എൻ്റെ നിന്നോട് പേമാരുടെ ഈ ഫില്ല് ചെയ്ത് ശ്രദ്ധിച്ചാൽ ഒരുപാട് മാറ്റമാണല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ ലോകവിവരവും ഇതുമൊക്കെ അവിടെ നിങ്ങളെടുത്ത് കൊണ്ട് നടന്നിരുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾക്കകത്തൊരു എന്താ പറയുന്നത്, ഒരു വില്ലൻ പുറത്തു വന്നു. ശരി, അങ്ങനെ അബദ്ധം സംഭവിച്ചു, അത് പ്രശ്നമായി, ഒക്കെയായി. അവിടം കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ താമസിച്ചിരുന്നെങ്കിൽ ഇതിവിടം വരെ ഇത് എത്തിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇദ്ദേഹം സത്യസന്ധമായിട്ട് പറയണം, ഇദ്ദേഹം നിങ്ങളുടെ കൂടെ തന്നെയാണോ താമസിക്കുന്നത്? എനിക്ക് ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ട്, 1 വർഷം കഴിയുമ്പോൾ മെയ് മാസത്തിലാണ് എനിക്ക് അസുഖം ഉണ്ടാകുന്നത്. ഈ മൂത്രക്കുഴൽ വണ്ണം വെച്ചിട്ട് പഴുപ്പായി അവിടെയുള്ള ചെറിയ ആശുപത്രിയിൽ ചികിത്സിച്ചപ്പോൾ അവർ തന്ന മരുന്നിടൊന്നും അല്ല എനിക്ക് ആവശ്യമുള്ളത്. അങ്ങനെ അസുഖം കൂടി മരണപ്പെട്ടു പോയതെന്ന കണക്കൂട്ടിയത്. അങ്ങനെ മോനെ അറിയിപ്പിച്ച് എന്നോട് വന്ന് കണ്ണൂരിൽ നിന്ന് എന്നെ ഇവിടെ മെഡിക്കലിൽ കൊണ്ടുവന്നു. അപ്പോൾ ആ സുഖാല കിടന്ന് ഞാൻ വീണ്ടും എൻ്റെ മകളെ വിളിക്കുക. കാര്യം ഞാൻ കാര്യമില്ലല്ലോ, ഒരു മോളുള്ളത് നേരത്തെ മരണപ്പെട്ടു പോയി. ആ സ്ഥാനത്താണ് എൻ്റെ ഈ മരുമകളെ ഞാൻ കണ്ടത്. അതെ, അവരത് പറയുന്നുണ്ടല്ലോ. പക്ഷെ ആ ദയ പോലും എൻ്റെ കുടുംബത്തോട് എൻ്റെ മരുമകളെ കാണിച്ചിട്ടില്ല. എന്താണ് കാണിക്കാത്തത്? ഈ കൊച്ചല്ലേ ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കേണ്ടത്. എന്റെ അമ്മയമ്മയുടെ കിടന്ന് ഞാനാ കൂട്ട് ഉണർന്നി. അപ്പൊ അടുത്ത് കിടക്കുന്ന എനിക്ക് മോളാണോ മരുമോൾ? ഞാൻ മരുമോളാ. അതിനുശേഷം ഞാൻ അറിയുന്നില്ലല്ലോ. ഞാൻ ആ വീരാണ് ഇന്ന് എന്റെ മോളെ വിളിച്ച് പറയുന്നത്. അത് തന്നെയാണ് അവരുടെ ആഗ്രഹം. അത് തന്നെയാണ്. 9 മാസമായിട്ടും അനി നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഉണ്ട്. അത് കണ്ണൂർ തന്നെ ചെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും. അത് ഇവരെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു എത്ര, ഞാൻ മൊബൈല് എന്റെ മലയാളം ഫോണെടുത്ത് ചോദിക്കാൻ ഉണ്ട് അടയാളങ്ങള്. ഞങ്ങളെ വീട് വിട്ടവൻ പോയിട്ടേ ഇല്ല. പിന്നെ പണിക്ക് പോകും ദൂരോട്ടൊക്കെ ചെന്ന് പണി ചെയ്ത്. ഇല്ല ലിൻസി, അതൊക്കെ ചെറിയ തെറ്റിദ്ധാരണകളാണ്. അവരുടെ അപ്പനും അമ്മയും പറഞ്ഞനുസരിച്ചും അയാൾ പറഞ്ഞനുസരിച്ച് അവരാണായിട്ട് പറയുന്നു. വീണ്ടും അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകുന്നതുമില്ല. ഇങ്ങനെ വളരെ ഒരാഴ്ച ഉണ്ടോ ഞങ്ങളെ വീട്ടിൽ, 2 ആഴ്ചയായി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി. അടുത്ത പണിയില്ല, എന്നിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് പണിയൊക്കെ ഇച്ചിരി കുറവാ. ഇപ്പൊ പണിയില്ലാത്തതുകൊണ്ട് വേറെ പണിക്ക് പോയി നിന്നത്. അങ്ങനെ പണിക്ക് പോയിട്ടുള്ള ഇങ്ങനെ ഒരു സംശയം മനസ്സിൽ, നേരത്തെ ഒരു സംശയം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് വെച്ച് അങ്ങനെ ആവർത്തിക്കുക. അപ്പൊ ഞങ്ങൾ നേരത്തെ ഞങ്ങൾ വിളിച്ചു.
ഈ സ്കൂൾ തുറന്നപ്പോ മോനെയും കൊണ്ടിഞ്ഞ് വാന്ന് പറഞ്ഞപ്പോ സ്കൂൾ അടച്ചിട്ട് സ്കൂൾ തുറക്കുമ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടാൻ ചെല്ലാന്ന് പറഞ്ഞു അവളെ വിളിക്കാൻ. ഇപ്പൊ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വരണ്ടെന്ന് പറഞ്ഞു.